ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ പിള്ളയോട് പറയുക, എടോ പിള്ളേ, വിഷ്ണുവിനെതിരെ ഒരു കള്ളക്കേസ് ഒത്തുകിട്ടാൻ വേണ്ടി കാത്തുകിടക്കുന്നവർക്കേ ഒത്തുകിട്ടിയ ഒരു ലോട്ടറിയാണ് ഈ സ്വർണത്തിന്റെ കേസ്. ആ ചന്ദ്രബോസിന്റെ കയ്യിലെങ്ങാനുമായി കേസ് പെടുന്നെന്നുണ്ടെങ്കിൽ അയാൾ നല്ലതുപോലെ പണിയെടുക്കും. അറിയാലോ തനിക്ക്, എൻ്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ വേണ്ടിയ ചന്ദ്രബോസും സുസ്മിതയും കാണിച്ച വേലകളൊക്കെ. എൻ്റെ കുടുംബം ഇല്ലാതാക്കിയിട്ടും അവരുടെ കലി ഇതുവരെ അടങ്ങിയിട്ടില്ല. ഇപ്പോഴവർ തകർക്കാൻ നോക്കി നടക്കുന്ന എൻ്റെ മകൻ്റെ ജീവിതമാണ്. അപ്പോൾ അവനെതിരെ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കത്തില്ലടോ പിള്ളേ. രാഘവേട്ടൻ അങ്ങനെ പിള്ളയോട് പറഞ്ഞ് നാക്കകത്തിട്ടില്ല. അപ്പോഴേതാ എത്തിക്കഴിഞ്ഞ് ചന്ദ്രബോസും അവൻ്റെ കുറെ പോലീസുകാരും എല്ലാവരും കൂടെ. രണ്ടും കൽപ്പിച്ച് ഒരു പറ്റം പോലീസുകാരുമായിട്ടാണ് ചന്ദ്രബോസിന്റെ ആ വരവ്. ഇങ്ങോട്ട് വരുന്ന കണ്ടോണ്ട് പെട്ടെന്ന് പാവം നമ്മുടെ രാഘവേട്ടൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നത്, എന്താ സാറേ, ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ചിട്ടേ തൻ്റെ മോൻ എവിടാടോ പോയി ഒളിച്ചിരിക്കുന്നത്? എടോ, എവിടാ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നാ ചോദിച്ചത്. അത് കേട്ടോണ്ട് സത്യാമ്മ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ഞങ്ങളാരെ ഒളിപ്പിച്ചെങ്ങും വെച്ചിട്ടില്ല. ഇനി ഒളിപ്പിച്ച് വെച്ചാലോ? നിങ്ങളോടല്ലേ പറഞ്ഞത് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന്. ഒരു പെണ്ണിന്റെ കല്യാണമാ മുടങ്ങാൻ പോകുന്നത്. ഒന്നും രണ്ടുമല്ല, 30 പവന അവൻ അടിച്ചോണ്ട് പോയിരിക്കുന്നത്. ചന്ദ്രബോസ് അങ്ങനെ പറയുന്നത് കേട്ടോണ്ട് സങ്കടത്തോടെ നമ്മുടെ പിള്ളച്ചേട്ടൻ കൈയെടുത്ത് തൊഴുതിട്ട് പറയുക, സാറേ, ദൈവദോഷം കിട്ടുന്ന പോലെ ഒന്നും പറയല്ലേ. വിഷ്ണു കുഞ്ഞ് അങ്ങനെ ആരുടെ ഒരു സാധനവും എടുക്കത്തില്ല. ഇതൊക്കെ പറയാൻ താൻ ആരോടോ? സാറേ, ഞാൻ രമണംപിള്ള, ഈ രാഘവൻ സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ചന്ദ്രബോസ് അത് കേട്ടിട്ടങ്ങണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കി പൊട്ടിച്ചിരിക്കുവാണ്. തറവാടും പോയി മനയും പൂട്ടി. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്നുള്ള പതിവ് ചോദ്യവും ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനുമായി. എന്നാലും പഴയ പ്രമാണിത്തം കാണിക്കാനും പ്രൗഢിത്തം കാണിക്കാനും തമ്പുരാക്കന്മാർക്ക് ഒരു കുറവില്ലല്ലോ. ഇപ്പോഴും കാര്യസ്ഥനൊക്കെയാ ഉള്ളത്. ഈ കുളിച്ചില്ലെങ്കിലുവേ കോണകം പെരപ്പുറത്തെന്ന് പറയുന്ന പോലെ അല്ലേ. ഇങ്ങോട്ട് മാറി നിൽക്കടോ, അല്ലെങ്കിലേ പിള്ളയും തള്ളയൊക്കെ ഞാനങ്ങ് ചവിട്ടി കൂട്ടും എന്നും പറഞ്ഞ അവന്റെ അഹങ്കാരത്തിലുള്ള വർത്തമാനമാണ് ചന്ദ്രബോസിന്റെ. വിഷ്ണുവിനെ കള്ളനാക്കുമെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ ആണല്ലോ ചന്ദ്രബോസ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. വീണ്ടും ചന്ദ്രബോസ് സത്യാമ്മയെ നോക്കി പറയുക, പറ, എവിടെ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? രാഘവേട്ടൻ പറയുക, സാറേ, അവൻ എവിടാ പോയതെന്ന് അറിയുന്നില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കിട്ടത്തില്ലടോ, അവനെ 30 പവനല്ലേ അടിച്ചോണ്ട് പോയിരിക്കുന്നത്. എന്നാലേ അവൻ വരുന്നത് വരെ താൻ അകത്ത് കിടക്കടോ എന്നും പറഞ്ഞ് പാവൻ രാഘവേട്ടന്റെ കഴുത്തേ കിടക്കുന്ന ഷാളെ പിടിച്ച് ചുറ്റി പിടിച്ചിട്ട് പോലീസുകാരോട് പറയുന്നു, ഇയാളെ പിടിച്ച വണ്ടിക്കകത്തുകൊണ്ട് കേറ്റടോ. അത് കണ്ടോണ്ട് സത്യമ്മ, സാറേ, അദ്ദേഹം സുഖമില്ലാത്ത ആളാണ്, ഉപദ്രവിക്കരുത്. പെട്ടെന്ന് ചന്ദ്രബോസ് ചിരിച്ചിട്ട് പറയാ, സാറേ എന്നുള്ള വിളിയൊക്കെ കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതിനു മുൻപ്. ആൺമക്കളെയൊക്കെ വളർത്തുമ്പോഴേ നോക്കിയും കണ്ടുമൊക്കെ വളർത്തിക്കൊണ്ട് വരണം. കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നാലേ ഇതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങള് പോലീസുകാരെ ഇതുപോലെ കയറി അങ്ങ് മേയും. സത്യാമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. സാറേ, ഇവിടെ 2 മനുഷ്യക്കോലങ്ങളായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മോനെ അവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ? 3 ദിവസം കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന്റെ കല്യാണമാ. കല്യാണത്തിന് സ്വർണം കിട്ടിയില്ലെങ്കിലേ ആ കല്യാണം മുടങ്ങും. കല്യാണം മുടങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്നറിയാവോ? അവർ ചിലപ്പോൾ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്തെന്നിരിക്കും. അപ്പൊ നിങ്ങളുടെ മകന്റെ ഗതി എന്താകും? അതുകൊണ്ടേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് പോലീസുകാരോട് പറയുന്നു, എടോ, കയറി നോക്കടോ, ഇതിനകം മുഴുക്കെ അരിച്ചു പെറുക്കിക്കോണം. ഓരോ മുക്കും അരിച്ചു പെറുക്കി നോക്കിക്കോണം. അവനെ കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണം കിട്ടണം. എന്നിട്ടേ ബാക്കി പണി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് നോക്കിക്കോളാം. കിട്ടിയ സന്ദർഭം പാഴാക്കരുതല്ലോ. എത്രത്തോളം അവരെ മാനസികമായി പീഡിപ്പിക്കാവോ അതാണ് ചന്ദ്രബോസിന്റെ ഉദ്ദേശം. സത്യാമ്മയെ നോക്കിയിട്ട് ചന്ദ്രബോസ് പറയുന്നു, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് അതപ്പൊതിക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ പറയാതെ നിവർത്തിയില്ല. നിങ്ങൾ ഏതായാലും സുഹൃതം ചെയ്ത അച്ഛനും അമ്മയാ. മരുമകളോ IAS കാരി. എവിടെ പോയാലും പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. ഇനി ആവശ്യപ്പെട്ടാലോ 24 മണിക്കൂറും പോലീസിന്റെ സേവനവും കിട്ടും. ഇപ്പൊ മകനും ആ ഭാഗ്യം വന്നിരിക്കുക. രണ്ടും 2 അർത്ഥത്തിലാണെങ്കിലുവേ പോലീസ് തന്നെ ആണല്ലോ. എടോ, അവിടൊക്കെ തിരിച്ചും മറിച്ചു വിട്ട് നോക്കിക്കോണം. എവിടെ അവൻ ഒളിപ്പിച്ചു വെച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രബോസും അകത്തോട്ട് കയറി പോവാണ് നോക്കാനായിട്ട്. സത്യാമ്മ പിള്ളച്ചേട്ടനോട് പറയുക, പിള്ളേ, ഇപ്പൊ കണ്ടില്ലയോ ആ ശിവാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നടക്കുന്ന കണ്ടോ? പോലീസ് കയറി നരങ്ങുന്നത് കണ്ടോ? ഇനി എത്രയും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തണം. ഇനി അത് വൈകിച്ചാൽ ഇനി പലതും നമുക്ക് നഷ്ടപ്പെടും. അകത്തോട്ട് പോയ പോലീസുകാർ അവിടെ എല്ലാം കട്ടിന്റെ കീഴിൽ നോക്കുന്നു, മെത്ത പൊക്കി നോക്കുന്നു, പാത്രം വരെ പൊക്കിയെടുത്ത് നോക്കുന്നുണ്ട്.
സത്യാമ്മ കരഞ്ഞോണ്ട് രാഘവേട്ടനോട് ചോദിക്കുന്നു, എന്തിനാ രാഘവേട്ട ഇങ്ങനെ അപമാനപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്? അവർ തകർക്കട്ടെ, എല്ലാം തകർത്തോട്ടെ. ഇവിടെ നടക്കുന്ന പുകിലുകൾ ഒന്നും തന്നെ അറിയാതെ വിഷ്ണുവും ശാലിനിയും അവരുടെ മധുവിധു തന്നെ ആഘോഷിക്കുകയാണെന്ന് പറയാം. അവരത്ര സന്തോഷത്തോടെ അവിടെ കഴിയുവാണ്. മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ ശാലിനി വിഷ്ണുവിന്റെ നെഞ്ചോടെ ചേർന്നിരുന്നിട്ട് ചോദിക്കുന്നു, വിഷ്ണുവേട്ടാ, ആ രണ്ട് നക്ഷത്രങ്ങളെ നോക്കിക്കേ, അത് നമ്മളെ തന്നെ നോക്കുന്ന പോലെ തോന്നുന്നില്ലേ? എന്റെ ശാലിനി, ആ രണ്ട് നക്ഷത്രങ്ങളുവേ ഏതെങ്കിലും ഒരു കഥയിലെ കാമുകനും കാമുകിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വിഷ്ണുവേട്ട നമ്മളെപ്പോലെ പരസ്പരം സ്നേഹിക്കാനേ സമയം നോക്കി നടക്കുന്നവരാണെങ്കിലോ? എന്നാൽ എൻ്റെ ശാലിനി അതോടെ ഒന്ന് നോക്കിക്കേ, ആ രണ്ട് നക്ഷത്രങ്ങളെ തന്നെ നോക്കി ചുറ്റും നിൽക്കുന്ന വേറെ രണ്ട് നക്ഷത്രത്തെ, അതാരാണെന്നറിയാവോ? നമ്മുടെ ചന്ദ്രബോസും സുസ്മിതയും. ഒന്നോർത്താലേ വിഷ്ണുവേട്ട, അവർ നമ്മളെ പരസ്പരം സഹായിക്കുകയാണ് ചെയ്തത്. അതവർക്ക് മനസ്സിലാകാത്തോണ്ടാ. സഹായമോ? എന്തുവാടോ താനീ പറയുന്നേ? അതെങ്ങനെയാ? അവര് നമ്മളെ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു, അതിന്റെ 10 ഇരട്ടിയായിട്ട് നമ്മൾ അടുക്കുന്നു. ഇവരെന്തിനാ നമ്മളെ ഇത്രത്തോളം ദ്രോഹിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ശരിയായ ഒരു ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ശാലിനി, അതിന് ഉത്തരം സിമ്പിൾ അല്ലേ? പെണ്ണിന്റെ പക. തനിക്കറിയില്ലേ, ഒരു പെണ്ണിന്റെ പകയിൽ നിന്നല്ലേ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടായത്? ഈ പരിഗണിക്കപ്പെടാനുള്ള ആഗ്രഹമാണല്ലോ പ്രണയമായിട്ട് മാറുന്നത്. അപ്പോഴീ പ്രണയം അവഗണനയായിട്ട് മാറുമ്പോഴോ അവിടെ പക ജനിക്കും. ഇതൊക്കെ ഈ വിഷ്ണു പറയുന്നതല്ല, കാലം പറഞ്ഞു വെച്ച സത്യങ്ങളാ. സുസ്മിതയുണ്ടല്ലോ, അവിടെ കഴുത്ത് അവിടെ ശരീരത്തുനിന്ന് അറുത്തു മാറ്റി വെച്ചാലും അവിടെ പക അവിടെ ശരീരത്തുനിന്ന് പോകത്തില്ല. സത്യ പപ്പിയോട് ചോദിക്കുന്നു, പപ്പി നീ ഉറങ്ങിയോ? ഇല്ല സത്യ. അതെന്താ നീ ഉറങ്ങാത്തത്? അത് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അല്ല സത്യ, വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയ്ക്ക് ഇത്രമാത്രം എന്തുവായി പറയാനുള്ളത്? അവരിങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ, എനിക്കറിയില്ല പപ്പി. ശാലിനി വിഷ്ണുവിനോട് പറയുക, വിഷ്ണുവേട്ട, പൊതുവെ സ്ത്രീകളെ കരയിപ്പിക്കാൻ 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് അവരെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുക. അപ്പോഴവർ തകർന്നു പോകും. രണ്ടാമത്തത് എന്താണെന്നറിയാവോ? അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ. ഞാനിപ്പോൾ രണ്ടാമത്തെ അവസ്ഥയിലാണ് എൻ്റെ വിഷ്ണുവേട്ട. എൻ്റെ വിഷ്ണുവേട്ടനെ കെട്ടിപ്പിടിച്ച് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. വിഷ്ണുവേട്ട, ദാണ്ട പറഞ്ഞില്ലെന്ന് വേണ്ട, എനിക്കിപ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. ഈ ലോകം പിടിച്ചെടുത്ത അഹങ്കാരമാണ് കേട്ടോ. വിഷ്ണു പറയുക, എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്ന് ഇപ്പോഴും ഒരു നൊമ്പരമായിട്ട് നിൽക്കുക. നമ്മുടെ വീട്, അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ, അമ്മയുടെ കൈവിട്ടുപോയ തീർത്താ തീരാത്ത വേദന. കണ്ണടച്ചാൽ തെളിയുന്നതേ ഞാൻ ഓടിക്കളിച്ച് എൻ്റെ വീടാ. ആ മുറ്റത്ത് നിന്ന് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടതാണെന്ന് അറിയാവോ? ഓർക്കുമ്പോൾ ചങ്കിനകത്ത് ഇപ്പോഴും ഒരു നീറ്റല. എൻ്റെ ഈ നീറ്റല് മാറണമെങ്കിൽ ശാലിനി അതെനിക്ക് തിരിച്ചു മേടിക്കണം. എന്നിട്ട് എനിക്കതെൻ്റെ അച്ഛൻ്റെ കാൽക്കൽ അത് വെച്ചു കൊടുക്കണം. എൻ്റെ വിഷ്ണുവേട്ടൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഇല്ലെങ്കിൽ നമ്മൾ ശരിയാക്കിയിരിക്കും. അതെ, എവിടെയോ വായിച്ചൊരു വാചകമുണ്ട് വിഷ്ണുവേട്ട. അത് നല്ല വാചകമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. നമ്മുടെ മുന്നോട്ടുള്ള ഈ പാതയിൽ നമ്മളെല്ലാം വെട്ടിപ്പിടിക്കും വിഷ്ണുവേട്ട. നഷ്ടപ്പെട്ട നമ്മളുടെ സ്നേഹം നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ, അതുപോലെ. സത്യമോളും പപ്പിമോളും അവർ കിടക്കുന്ന ടെന്റിനകത്തൂടെ നിറയെ മിന്നാമിനികളെ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാ സത്യ അത് കാണാനാ. ഇതെല്ലാം കൂട്ടത്തോടെ ഇത് എങ്ങോട്ട് പോവുക? ലൈറ്റും കത്തിച്ച് ജാഥ പോകുന്ന പോലുണ്ടില്ലേ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ പപ്പി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും എഴുന്നേറ്റ് മിന്നാമിന്നിങ്ങളെ കാണാനായിട്ട് പോവുകയാണ്. ശാലിനിയും വിഷ്ണുവും അങ്ങനെ പ്രണയ ജോഡികളായി അവരുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ മക്കൾ വെളിയിലോട്ട് പോകുന്നതൊന്നും അവർ രണ്ടുപേരും അറിയുന്നില്ല. സത്യം നോക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും ഇങ്ങനെ കിടക്കുന്നതാണ്. പപ്പി പറയാ, നമുക്ക് അവരോട് പറഞ്ഞിട്ട് പോയാലോ? സത്യ പറയുക, വേണ്ട പപ്പി, നമ്മളോട് പറയും പോകണ്ടെന്ന്. തീർച്ചയായിട്ടും പോകണ്ടെന്ന് പറയും. അയ്യോ, അത് വേണോ സത്യെ? വേണം, നമുക്ക് പറയാതെ പോയാൽ മതി. നമുക്ക് പെട്ടെന്നിങ്ങി വന്നാ പോരെ. പപ്പി നീ വാ, തോണ്ട മിന്നാമിനിങ്ങി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ പപ്പിമോള് തിരിഞ്ഞു നോക്കിയാണ് പോകുന്ന വിഷ്ണുവിനെയും ശാലിനിയെ. പപ്പിക്ക് എന്തോ വലിയൊരു വിഷമം തോന്നുന്നുണ്ട്. പപ്പി പറയാ, എന്നാലും സത്യ, നമ്മൾ പറഞ്ഞിട്ട് പോകുന്നതാ ശരി. പപ്പി നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? മിന്നാമിനിങ്ങൊക്കെ അങ്ങ് പോവും, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സത്യ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. വിഷ്ണുവും ശാലിനിയും അപ്പോഴും പ്രണയലീലകളിൽ മുഴുകിയിരിക്കുവാണ്. ശാലിനി പറയുക, വിഷ്ണുവേട്ട, ഇനി ഉറങ്ങണ്ടേ? ഉറങ്ങണോ ശാലിനി? നമുക്ക് അവിടെ കുട്ടികൾ രണ്ടും ഉറങ്ങിക്കാണും, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. നമുക്കിവിടെ കിടന്ന് എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞങ്ങ് നേരം വെളുപ്പിച്ചാൽ പോരെ ശാലിനി? വിഷ്ണുവേട്ടാ, ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ല. അതെയോ? എങ്കിൽ നമുക്കതങ്ങ് ആക്കിയാൽ പോരെ എന്നൊരു റൊമാൻസിൽ ഇങ്ങനെ നമ്മുടെ വിഷ്ണു.
ചന്ദ്രബോസും കൂട്ടരും സത്യാമ്മയുടെ പേരെ മുഴുക്കെ അരിച്ചു പേർക്കുവാണ്. ചന്ദ്രബോസ് പറയാ, ഇനി അവൻ ആ സ്വർണ്ണ ഉരുക്കി എങ്ങാനും വിറ്റിട്ടുണ്ടാവുമോ? രാഘവേട്ടൻ പറയാ, എന്റെ സാറേ, സാർ എന്തൊക്കെയാ പറയുന്നത്? അവൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. അങ്ങനൊരു സ്വഭാവ ദൂഷ്യമുള്ള മകനല്ല അവൻ. അവന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ അധികം അവനെ വാഴ്ത്തി സ്തുതിക്കണ്ട. പറഞ്ഞ കേട്ടല്ലോടോ. പഠിക്കാൻ വിട്ട സമയത്തെ കൊച്ചു പിച്ചാത്തി എളിയെ തിരികെ കൊടുത്ത് കൊള്ളപ്പലിശ പിരിച്ചു വാങ്ങിക്കാൻ വിടുന്ന കൊള്ളപ്പലിശക്കാരി സത്യഭാമയുടെ മകനല്ലേ അവൻ. അതുകൊണ്ടേ അവൻ ഇതല്ല ഇതിനപ്പുറവും കാണിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. സത്യഭാമയ്ക്ക് അങ്ങ് അരിശം കൊണ്ട് നിൽക്കാൻ വയ്യ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എടുക്കാൻ പറ്റില്ലല്ലോ. സാറേ, ഞങ്ങൾ ഒരു കാലത്ത് രാജാവും രാജ്ഞിയായിട്ട് തന്നെ ജീവിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ക്ഷീണം തട്ടിയിട്ടുണ്ടെന്ന് കരുതി പഴയ അഭിമാനം അടിയറ വെച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നുമേ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇനി എൻ്റെ മകനെ കള്ളനാക്കിയേ സാർ അടങ്ങുമെന്ന് വിചാരിക്കുവാണെങ്കിൽ സാറിൻ്റെ ജോലി അങ്ങ് തുടങ്ങിക്കോ. പക്ഷേ സാർ ഒന്നും മനസ്സിലാക്കിക്കണം, അവൻ്റെ കയ്യിലിരുന്ന കൊച്ചു വിച്ചാത്തി ഉണ്ടല്ലോ, അത് മേടിച്ച് ഞാൻ ഭദ്രമായിട്ട് എൻ്റെ തലയണയുടെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന ക്ഷമയ്ക്ക് ഒരതിരുണ്ട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കത്തിയെടുത്ത് ഞാൻ എൻ്റെ മകൻ്റെ കയ്യിലോട്ടം കൊടുക്കും. ആ നിമിഷം തന്നെ അവൻ ആ പഴയ വിഷ്ണുവായി അങ്ങ് മാറും. എന്താ, പഴയതൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കണോ? ചന്ദ്രബോസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യഭാമയെ അങ്ങനെ പറയുമെന്ന്. നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ? ഇനി അവൻ ആ കൊച്ചു പിച്ചാത്തി എടുത്തോണ്ട് നിരത്തിൽ ഇറങ്ങിയാൽ ഗുണ്ട ആക്ട് പ്രകാരം ഞാനേ അവനെ പിടിച്ചങ്ങ് അകത്തിടും. പുറം ലോകം കാണാത്ത വിധത്തിലുള്ള വകുപ്പും ഞാൻ ചാർത്തും. പിന്നെ അവൻ എപ്പോഴെങ്കിലും ആ ജയിലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ മുട്ടിലെഴഞ്ഞോണ്ട് നടന്നേ അവൻ ലോട്ടറി കച്ചവടം നടത്തും. മനസ്സിലായോ? ലോട്ടറി കച്ചവടം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും ഈ ചന്ദ്രബോസ്. ആ മനോഹരമായ കാഴ്ച വേണമെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും കാണുകയും കൂടെ ചെയ്യാം. പിന്നെ ഒന്നും വിചാരിക്കരുത്, ഇത്രയൊക്കെ സഹായമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ഒരു ഭയങ്കര കളിയാക്കലാണ് അവൻ കാണിക്കുന്നത്. ചന്ദ്രബോസിന് സത്യഭാമയെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം അവൻ രാഘവേട്ടന്റെ ദേഹത്തോട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോഴകത്തുനിന്ന് പോലീസുകാർ വന്നിട്ട് പറയുന്നു, സാറേ, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടത്തില്ലടോ, അവൻ മിടുക്കനാ. സത്യഭാമയെ നോക്കി ചന്ദ്രബോസ് പറയുന്നു, അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കുമെന്ന് പറഞ്ഞേക്ക്. മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങിക്കോളാൻ അവനോട് പറ. അല്ലെങ്കിലേ പെറ്റ തള്ളയ്ക്ക് പോലും അവനെ തിരിച്ചറിയാത്ത രീതിക്ക് ഞാൻ അവനെ ഒരു പ്ലാസ്റ്റിക് സർജറി അങ്ങ് ചെയ്യും. രാഘവേട്ടന്റെ ദേഹത്ത് പിടിച്ചിട്ട് അവൻ പറയുന്നു, എടോ, തിളച്ച് നിൽക്കുവാ ഞാൻ. അവനെ എൻ്റെ കൈ കിട്ടിയാൽ അവൻ്റെ കൊരവെള്ളി ഞാൻ പൊട്ടിക്കും എന്നും പറഞ്ഞ് ചന്ദ്രബോസും കൂട്ടരും അങ്ങ് പോവുകയാണ്. ആകെ ഭയന്ന് വിറച്ചു നിൽക്കുന്ന രാഘവേട്ടനോട് സത്യാമ്മ ചോദിക്കുന്നു, രാഘവേട്ട, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമുക്ക് നമ്മുടെ മകനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പിള്ളച്ചേട്ടൻ പറയുക, കലിതുള്ളിയാണല്ലോ പോലീസുകാരൻ പോയിരിക്കുന്നത്. ഇപ്പോഴെങ്ങാനും വിഷ്ണു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ അയാൾ കൊന്നുകളയും. രാഘവേട്ടൻ പറയാ, ഒന്നോർത്താൽ വിഷ്ണു ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി. ആ ദേഷ്യവ അയാളുടെ കാണിച്ചിട്ട് പോയത്. സത്യമ്മ രണ്ട് കൈയും എടുത്ത് ഭഗവാനെ വിളിക്കുവാണ്. ഭഗവാനെ കൃഷ്ണ, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുന്ന ആളല്ലേ അങ്ങ്, എൻ്റെ മകനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. നൂർജഹാനെ തിരക്കി നാടായ നാടൊക്കെ നസീർ നടന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ നസീറും അവൻ്റെ ബാപ്പയും കൂടെ അവരുടെ സമുദായത്തിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിരിക്കുവാണ്. അതിലൊരാൾ ചോദിക്കുന്നത്, എന്താ അബൂബക്കറെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കേസ് കൊടുത്താലോ? നസീർ അവരോട് ദേഷ്യത്തിൽ പറയുക, അതിപ്പോൾ കണ്ടു കിട്ടിയെങ്കിലല്ലേ കേസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ആദ്യം ഞങ്ങളവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്നുകൂടെ നോക്കട്ടെ. നമ്മളായിട്ട് നമ്മുടെ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ അവസരം കൊടുക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ വന്ന കൂട്ടത്തിൽ ഒരാൾ പറയുവാണ്. നസീറിന്റെ ബാപ്പ പറയാ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങിപ്പോയെന്നറിഞ്ഞാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ എന്ന് വെച്ച് അന്വേഷിക്കണ്ടെന്നാണോ അബൂബക്കർ പറയുന്നത്? സുബേറിന്റെ അസുഖമൊക്കെ മാറി മോൾ എന്തിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കണ്ടേ? വന്നിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ നൂർജഹാന്റെ ഇഷ്ടത്തോടു കൂടി തന്നെ ആണോ ഈ വിവാഹം തീരുമാനിച്ചത്? നസീറിന്റെ ബാപ്പ പറയുക, ഇത്രയൊക്കെ വളർന്ന പെൺകുട്ടികളോട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ? പിന്നെ ഈ പുരോഗമന ചിന്താഗതിയൊക്കെ കൊള്ളാം. നമ്മൾ നിലനിർത്തി വന്നിരിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫോട്ടോ ഉണ്ടാകരുതെന്നുള്ളൊരു വാശിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാനിതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ വന്ന പുരോഹിതൻ സുബൈദയോട് ചോദിക്കുന്നു, നൂർജഹാൻ എന്താണ് സുബൈദ പറഞ്ഞത്? സുബൈദ ഇങ്ങനെ എന്തോ പറയാനായിട്ട് വാതിറക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അബൂബക്കർ അത് പറയിപ്പിക്കുമോ എന്നുള്ള സംശയമാണ്. സുബൈദയ്ക്ക് പേടിയാണ് ഈ അബൂബക്കറേയും മകനെയും. അവരെന്ത്
എന്താണ് സുബൈദ ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല. സഹോദരനാണെങ്കിൽ തളർന്നും കിടക്കുന്നു. സുബൈദ എന്താണോ പറയുന്നതെന്നും വിഷ്ണുവിനെയും ശാലിനിയെയും തേടി ചന്ദ്രബോസ് ഇനി അവിടെ ചെല്ലുവോ, അവിടെ ചെന്ന് വിഷ്ണുവിനെ പൊക്കിക്കൊണ്ട് വരുവോ, ആ സ്വർണം എവിടുന്ന് കണ്ടെടുക്കും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.